ടെക്നിക്സ് ഓഫ് അസസ്സിങ് കൺട്രി റിസ്ക്. ഇതിൽ 5 ടെക്നിക്സ് ആണ് ഇതിനകത്തുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ചെക്ക് ലിസ്റ്റ് അപ്രോച്ച്, സെക്കൻഡ് വൺ ഡെൽഫി ടെക്നിക്ക്, തേർഡ് വൺ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്ക്, ഫോർത്ത് വൺ ഇൻസ്പെക്ഷൻ വിസിറ്റ്, ദെൻ ഫിഫ്ത്ത് വൺ കോമ്പിനേഷൻ ഓഫ് ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ചെക്ക് ലിസ്റ്റ് അപ്രോച്ച്. A checklist approach involves rating and weighting all the identified factors and then consolidating the rates and weights to produce an overall assessment. A checklist approach involves making a judgment on all the political and financial factors that contribute to a firm assessment of country risk. Rating are assigned to a list of various financial and political factors, and these ratings are then consolidated to derive an overall assessment of country risk. The information collected can be used to develop rating of various factors used to assess country risk. The factors are then converted to some numerical rating in order to assess a particular country. Thus, factors having greater influence on country risk should be assigned greater weights. ഈ ചെക്ക് ലിസ്റ്റ് അപ്രോച്ചിൽ ഐഡൻറ്റിഫൈഡ് ഫാക്ടേഴ്സിൻ്റെ വെയ്റ്റിങ്ങും റേറ്റിങ്സും ആണ് ഉള്ളത്. എന്നിട്ട് അതിനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഓവറോൾ അസസ്മെൻറ്റ് നടത്തും. എല്ലാ പൊളിറ്റിക്കലും ഫിനാൻഷ്യലുമായിട്ടുള്ള ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് ജഡ്ജ്മെൻറ്റ് നടത്തലാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ റേറ്റിംഗ് പല ഫിനാൻഷ്യലും പൊളിറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിന് കൊടുക്കും. എന്നിട്ട് ഈ റേറ്റിംഗ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഓവറോൾ അസസ്മെൻറ്റ് നടത്തും. എന്നിട്ട് ഇതിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ വേറെ ഫാക്ടേഴ്സിൻ്റെ റേറ്റിംഗ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഈ ഫാക്ടേഴ്സിനെ എന്നിട്ട് ന്യൂമറിക്കൽ റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഒരു കൺട്രീനെ അസസ് ചെയ്യും. ഇവിടെ കൺട്രി റിസ്കിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കൂടുതൽ വെയ്റ്റിംഗ് ഇവിടെ കൊടുക്കും. അടുത്തത് ചെക്ക് ലിസ്റ്റ് അപ്രോച്ചിൻ്റെ സ്റ്റെപ്സാണ്. 5 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണ് അസൈൻ വാല്യൂസ് ആൻഡ് വെയ്റ്റ്സ് ടു ദ പൊളിറ്റിക്കൽ റിസ്ക് ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ റിസ്ക് ഫാക്ടേഴ്സിന് വാല്യൂവും വെയ്റ്റും കൊടുക്കും. എന്നിട്ട് അത് അസൈൻ ചെയ്യും. ദെൻ സെക്കൻഡ് വൺ മൾട്ടിപ്ലൈ ദ ഫാക്ടേഴ്സ് വാല്യൂസ് വിത്ത് ദ റെസ്പെക്റ്റീവ് വെയ്റ്റ്സ് ആൻഡ് സം അപ് ടു ഗീവ് ദ പൊളിറ്റിക്കൽ റിസ്ക് റേറ്റിംഗ്. ഈ വാല്യൂവിനെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. എന്നിട്ട് അത് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ റിസ്ക് റേറ്റ് കിട്ടും. ദെൻ തേർഡ് പോയിൻ്റാണ് ഡെറൈവ് ദ ഫിനാൻഷ്യൽ റിസ്ക് റേറ്റിംഗ് സിമിലർലി. ഇതേപോലെ നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക് റേറ്റും കണ്ടുപിടിക്കണം. ദെൻ ഫോർത്ത് പോയിൻ്റാണ് അസൈൻ വെയ്റ്റ്സ് ടു ദ പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റേറ്റിംഗ് അക്കോർഡിംഗ് ടു ദ പെർസീവ്ഡ് ഇമ്പോർട്ടൻസ്. അതിൽ പറയണത് പൊളിറ്റിക്കലിനും ഫിനാൻഷ്യൽ റേറ്റിങ്ങിനും വെയ്റ്റ് അസൈൻ ചെയ്യും. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയണത്. ദെൻ ഫിഫ്ത്ത് പോയിന്റിൽ മൾട്ടിപ്ലൈ ദ റേറ്റിംഗ് വിത്ത് ദ റെസ്പെക്റ്റീവ് വെയ്റ്റ്സ് ആൻഡ് സം അപ് ടു ഗീവ് ദ ഓവറോൾ കൺട്രി റിസ്ക് റേറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ആ റേറ്റിങ്ങിന് ഇപ്പോൾ അസൈൻ ചെയ്ത വെയ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ആണ് ഡെൽഫി ടെക്നിക്ക്. ഇതിലുള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് കളക്ട് ചെയ്യലും പിന്നെ ആ ഒപ്പീനിയൻ്റെ ഡിസ്പേർഷൻ ആവറേജ് ചെയ്യലും മെഷർ ചെയ്യലുമാണ് ഇതിലുള്ളത്. ഡെൽഫി ടെക്നിക്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒന്നുമില്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ ഈ കൺട്രി റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ് അസസ് ചെയ്യുന്നതിൽ എക്സ്പേർട്ടായിട്ടുള്ള എംപ്ലോയീസിനെയും ഔട്ട്സൈഡ് കൺസൾട്ടിനെയും ഒക്കെ സർവേ നടത്തും ഈ MNC. എന്നിട്ട് അവർക്ക് ഈ സർവേയിൽ നിന്ന് റെസ്പോൺസൊക്കെ കിട്ടും. ദെൻ പല ഒപ്പീനിയൻസ് ഡിറ്റർമിൻ ചെയ്യും. ദെൻ അവർക്ക് സർവേ റെസ്പോണ്ടിന് തിരിച്ചു കൊടുക്കും ആ ഒരു സമ്മറി. കൂടാതെ ഈ സമ്മറിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് ചോദിക്കും അവരോട്. അതാണ് ഡെൽഫി ടെക്നിക്കിലുള്ളത്. ദെൻ തേർഡ് വൺ ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റിഗ്രഷൻ അനാലിസിസ് പോലെയായിരിക്കും. ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത് റിസ്ക് ഫാക്ടേഴ്സിനോടുള്ള ഒരു ബിസിനസ്സിൻ്റെ സെൻസിറ്റിവിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കൽ ഫിനാൻഷ്യലും പൊളിറ്റിക്കലുമായിട്ടുള്ള ഈ വേരിയബിൾസിനെ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രി റിസ്കിൻ്റെ ലെവൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന മോഡൽസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയണത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഇൻസ്പെക്ഷൻ വിസിറ്റ്.
ഇൻസ്പെക്ഷൻ വിസിറ്റിലുള്ളത് ഇപ്പോൾ ഒരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് അവിടെയുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും ഫേം എക്സിക്യൂട്ടീവിനെയും അല്ലെങ്കിൽ ഈ കൺസ്യൂമറിനെ മീറ്റ് ചെയ്ത് അൺസർട്ടനിറ്റീസിന് ക്ലാരിഫൈ നടത്തലാണ് ഇൻസ്പെക്ഷൻ വിസിറ്റിലുള്ളത്. ഈ മീറ്റിങ്ങുകൾ ഒരു കൺട്രീനെ പറ്റി ഒരു ഫേമിൻ്റെ അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ചില വേരിയബിൾസായ ഇൻ്റർ കൺട്രി റിലേഷൻഷിപ്പൊക്കെ അസസ് ചെയ്യലും ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഈ ഹോസ്റ്റ് കൺട്രിയിലോട്ട് യാത്ര ചെയ്തില്ലെങ്കിൽ. അതാണ് ഇൻസ്പെക്ഷൻ വിസിറ്റിൽ പറയണത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് കോമ്പിനേഷൻ ഓഫ് ടെക്നിക്സ്. ഒരുപാട് MNCs പല വെറൈറ്റി ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് ആദ്യം റെലവൻറ്റ് ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ഡെൽഫി ടെക്നിക്ക്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ഇൻസ്പെക്ഷൻ വിസിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല ഫാക്ടേഴ്സിന് ഈ റേറ്റിംഗ് അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺട്രി റിസ്ക് റേറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെക്ക് ലിസ്റ്റ് അപ്രോച്ച് യൂസ് ചെയ്യും. ദെൻ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഫാക്ടേഴ്സിൻ്റെ റേറ്റിംഗ് അസൈൻ ചെയ്യും. പല കൺട്രി റിസ്ക് ആക്സസിന് അവരുടേതായ പ്രൊസീജിയർ ഉണ്ട്. എല്ലാ പ്രൊസീജിയറിലും ഈ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ റേറ്റിങ്ങും വെയ്റ്റിങ്സും ഒക്കെ ഉണ്ടാവും. ദെൻ അസസ് ചെയ്യുന്ന കൺട്രി അവർ പ്ലാൻ ചെയ്യുന്ന കോർപ്പറേറ്റ് ഓപ്പറേഷൻ്റെ ടൈപ്പ് അനുസരിച്ച് ഈ നമ്പേഴ്സും റേറ്റിങ്ങും വെയ്റ്റിങ്ങും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അതാണ് കോമ്പിനേഷൻ ഓഫ് ടെക്നിക്സിൽ പറയണത്. ദെൻ ലാസ്റ്റ് വൺ ആണ് കമ്പയറിങ് റിസ്ക് റേറ്റിംഗ് എമംഗ് കൺട്രീസ്. ഇപ്പോൾ ഈ റേറ്റിങ്ങിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. റിസ്ക് മെട്രിക്സ് ഫിനാൻഷ്യൽ റിസ്കിനെ ഒരു ആക്സിസിലും ദെൻ പൊളിറ്റിക്കൽ റിസ്കിനെ വേറെ ആക്സിസിലും മെട്രിക്സ് മെഷർ ചെയ്യും. ഓരോ രാജ്യത്തെയും പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റേറ്റിങ്ങിനെ അനുസരിച്ച് ഈ മെട്രിക്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുവർ. ചില രാജ്യങ്ങൾ കൂടുതൽ റേറ്റിംഗ് കൊടുക്കും ആ റിസ്ക് ഫാക്ടേഴ്സ് അനുസരിച്ച്, പക്ഷേ ചിലതിന് കുറവായിരിക്കും റേറ്റിംഗ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കൺട്രീസിലൊക്കെ കൂടുതലായിരിക്കും റിസ്ക് റേറ്റിംഗ് ഒക്കെ വരുന്നത്. അതാണ് കമ്പയർ റിസ്ക് റേറ്റിംഗ് എമംഗ് കൺട്രീസ്. താങ്ക് യു.